ഇടുക്കി എറണാകുളം ജില്ലകളുടെ അതിർത്തി പ്രദേശമാണ് കല്ലൂർക്കാട്. അതുകൊണ്ട് തന്നെ മലയോര മേഖലയുടെ എല്ലാ ഗുണവും ഈ പഞ്ചായത്തിനും ലഭിച്ചിട്ടുണ്ട്. നല്ല കാലാവസ്ഥയും ഫലഭൂയിഷ്ടമായ മണ്ണും ഈ പ്രദേശത്തെ കൃഷിക്ക് കൂടുതൽ അനുയോജ്യമാക്കിയിരിക്കുന്നു. ഇവിടെ 70% ആൾക്കാരും കൃഷി ഉപജീവനമാർഗമായി ചെയ്യുന്നവരാണ്. മുമ്പ് ഇവിടെ വ്യാപകമായി റബ്ബർ കൃഷി മാത്രമായിരുന്നു. എന്നാൽ റബ്ബറിന്റെ വിലയിടിവ് കർഷകരെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. ഇപ്പോൾ ഒരു വിള നഷ്ടം വരുത്തിയാൽ അടുത്ത വിളയിൽ അത് പരിഹരിക്കണം എന്ന ഉദ്ദേശത്തോടെയാണ് സമ്മിശ്ര കൃഷി രീതിയെ ആശ്രയിച്ചിരിക്കുന്നത്. ഇവിടെയാണ് ബെന്നി സെബാസ്റ്റ്യൻ എന്ന യുവ കർഷകന്റെ സമ്മിശ്ര കൃഷിയിടം പരിചയപ്പെടുത്തുന്നത്. സ്വന്തമായുള്ള 12 ഏക്കറോളം സ്ഥലത്താണ് ഇദ്ദേഹം സമ്മിശ്ര കൃഷി ചെയ്തിരിക്കുന്നത്. ബെന്നിക്കും സമ്മിശ്ര കൃഷി തുടങ്ങാൻ റബ്ബർ മരങ്ങൾ വെട്ടിമാറ്റേണ്ടി വന്നു. ഇവിടെ കൂടുതലും ഫലവൃക്ഷങ്ങളാണ് കൃഷി ചെയ്തിരിക്കുന്നത്. റംബൂട്ടാൻ, ഫിലോസാൻ, മാംഗോസ്റ്റിൻ തുടങ്ങിയവ ധാരാളമായി കൃഷി ചെയ്തിരിക്കുന്നു. 50 ചുവട് റംബൂട്ടാനാണ് കൃഷി ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇത് 4 വർഷമായി. കൂടുതൽ മരങ്ങളും കായ്ച്ചു തുടങ്ങി. ജൈവവളം മാത്രമാണ് ഉപയോഗിക്കുന്നത്. നല്ല ചെടിക്കൊന്നിന് 10 കുട്ട ചാണകമോ അല്ലെങ്കിൽ കമ്പോസ്റ്റോ ഒക്കെ ഇട്ടുകൊടുക്കണം. മഴക്കാലത്താണ് കൂടുതലായി വളം ചെയ്യേണ്ടത്. മണ്ണിന്റെ ആവശ്യമനുസരിച്ച് ഈ സമയത്ത് കുറച്ച് 18 വളം കൂടി ഇട്ടുകൊടുത്താൽ നല്ല കായ്ഫലമുണ്ടാകും. എന്നാൽ ബെന്നി ഇവിടെ വളപ്രയോഗമൊന്നും നടത്താറില്ല എന്നാണ് പറയുന്നത്. സമയവ്യത്യാസത്തിൽ കാറ്റതുകൊണ്ട് പല ചെടികളിലും വ്യത്യസ്തമായ രീതിയിലാണ് ഫലങ്ങൾ ഇപ്പോൾ ഉള്ളത്. മൺനിറമോ ചുവപ്പ് നിറമോ വന്നു കഴിഞ്ഞാൽ നെറ്റ് ഉപയോഗിച്ച് മൂടണം. അല്ലെങ്കിൽ പാവൽ, പക്ഷികൾ തുടങ്ങിയവരുടെ ഉപദ്രവമുണ്ടാകും. ഈ നിറം വന്നു കഴിഞ്ഞ് പാകമാകാൻ 20 ദിവസം കൂടി ആവശ്യമാണ്. അതിനുശേഷമേ പൊഴിഞ്ഞു പോകുകയുള്ളൂ. ബെന്നി കായായപ്പോൾ തന്നെ കച്ചവടം ചെയ്തു കഴിഞ്ഞു. ഇനി വലയിടേണ്ടതും വിപണനം നടത്തേണ്ടതുമെല്ലാം ഇത് വാങ്ങിയ കച്ചവടക്കാരാണ്. ഏകദേശം 1 കിലോ റംബൂട്ടാൻ പഴത്തിന് 400 രൂപ വരെയുണ്ടെങ്കിലും എനിക്ക് 200 രൂപയിൽ താഴെ ലഭിച്ചുള്ളൂ എന്നാണ് ഇദ്ദേഹം പറയുന്നത്. റംബൂട്ടാനും ഫിലോസാനും കൂടി 2,60,000 രൂപയ്ക്കാണ് വിൽക്കാൻ സാധിച്ചത്. ഒരു വർഷം ഒരു പ്രാവശ്യമേ വിളവ് ലഭിക്കുകയുള്ളൂ. ജനുവരി, ഫെബ്രുവരി മാസത്തിൽ പൂവിടും. മെയ്, ജൂൺ ആകുമ്പോൾ വിളവെടുപ്പും സാധ്യമാകും. മലേഷ്യൻ ഫ്രൂട്ടായ റംബൂട്ടാന് രക്തത്തിലെ കൗണ്ട് വർദ്ധിപ്പിക്കാൻ കഴിവുണ്ടെന്ന് പറയപ്പെടുന്നു. ഞാൻ ഏറെക്കും ഗാർഡൻ നഴ്സറി നടത്തുന്ന ആളാണ്. എനിക്ക് 5 ഏക്കറോളം സ്ഥലത്ത് ഫ്രൂട്ട് പ്ലാന്റ്സ് ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്. മെയിനായിട്ടും റംബുട്ടാന്, മംഗോസ്റ്റിന്, ജാതി, ഫിലോസാന് ഈ വകയാണ് കൃഷി ചെയ്യുന്നത്. ഇപ്പോൾ പുതിയതായിട്ട് ഡ്രാഗൺ ഫ്രൂട്ട്, മെർക്കിൾ ഫ്രൂട്ട് ഈ വക ഐറ്റവും കൃഷി ചെയ്യുന്നുണ്ട്. ഇവയുടെ എല്ലാം ബഡ് വെറൈറ്റി, ഹൈബ്രിഡ് വെറൈറ്റി ബഡ് തൈകൾ നമ്മളിവിടുന്ന് സെയിൽ ചെയ്യുന്നുമുണ്ട്. ഫെർട്ടിഗേഷന് വേണ്ടിയിട്ട് കന്നുകാലികളെ 5 എണ്ണം വളർക്കുന്നുണ്ട്. അവയുടെ ചാണകം ഉപയോഗിച്ച് ബയോഗ്യാസ് എടുക്കുന്നുണ്ട്. സ്ലറി പമ്പ് വഴി പറമ്പ് മുഴുവൻ നനയ്ക്കാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. കൂടാതെ കുളം 3 എണ്ണം ഉണ്ട്. പറമ്പിൽ എല്ലാവിധ രീതിയിലുള്ള മണ്ണ് സംരക്ഷണത്തിനും ജലസംരക്ഷണത്തിനുമായിട്ടുള്ള കുഴികൾ, വളരെയധികം വലിയ കുഴികൾ എടുത്തിട്ടിട്ടുണ്ട്.
എല്ലാം JCBക്ക് വലിയ വലിയ കുഴികൾ എടുത്തിട്ടിരിക്കുന്നത്. ഒരു മഴക്കാലത്തും എൻ്റെ പറമ്പിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പുറത്ത് പോകുന്നില്ല. ഫിലോസാൻ 25 ഇവിടെ കായ്ച്ചു നിൽക്കുന്നു. ഈ വർഷം പൊതുവെ കായ്ഫലം കുറവാണെന്നാണ് കർഷകർ പറയുന്നത്. നല്ല വെയിലും അത്യാവശ്യം വെള്ളവും ലഭിക്കുമെങ്കിൽ വേറെ വളപ്രയോഗമൊന്നും ആവശ്യമില്ല എന്നാണ് ബെന്നി പറയുന്നത്. എന്നാലും ഇപ്പോൾ ഫിലോസാന് കോഴിവളം ഇട്ടുകൊടുത്തു. ഫിലോസാൻ 10 പഴമുണ്ടെങ്കിൽ 1 കിലോ തൂക്കം ലഭിക്കുമെന്നും 1 കിലോയ്ക്ക് 200 രൂപ ലഭിക്കുമെന്നുമാണ് ഇദ്ദേഹം പറയുന്നത്. ഒരു ചെടിയിൽ നിന്ന് ശരാശരി 40 കിലോ പഴം വരെ ഇവിടെ ലഭിക്കാറുണ്ട്. കല്ലൂർക്കാട് പഞ്ചായത്തിൽ പേര് കേട്ട ഒരു യുവ കർഷകനാണ് ബെന്നി. റംബൂട്ടാൻ, മാങ്കോസ്റ്റീൻ, ഫിലോസാൻ തുടങ്ങിയ ഫലവൃക്ഷങ്ങൾ ഇവിടെ കൃഷി ചെയ്യുന്നു. അതുപോലെ തന്നെ 125ഓളം ജാതികൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് ഇവിടെ ചെയ്യുന്നത്. കൂടുതലായിട്ട് ജൈവവളങ്ങളാണ് ഈ കൃഷികൾക്ക് ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു റബ്ബർ നഴ്സറി കൂടി ഇവിടെ ഉണ്ട്. ജൈവവളങ്ങൾ ഉപയോഗിച്ചാണ് കൃഷികൾ കൂടുതലായിട്ട് ഇവിടെ നടക്കുന്നത്. തൈകൾ വിൽപ്പനയ്ക്ക്, എല്ലാത്തരം തൈകളും ഇവിടെ വിൽപ്പനയ്ക്കുണ്ട്. കേരളത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട 101 കർഷകരിൽ ഒരാളാണ് ബെന്നി. കല്ലൂർക്കാട് പഞ്ചായത്തിൽ അവാർഡ് കിട്ടിയ ഏക വ്യക്തി, ഏക കർഷകൻ ബെന്നിയാണ്. മാംഗോസ്റ്റിൻ 25 ഇവിടെ കായ്ച്ചു തുടങ്ങി. കുടംപുളി ഇനത്തിൽപ്പെട്ട ഫലവൃക്ഷമാണ് മാംഗോസ്റ്റിൻ. ഇതിന്റെ മാംസളമായ ഭാഗം കുടംപുളിയുടേതുപോലെ തന്നെ ഇരിക്കും. ഇവിടെ 3-ാം വർഷം മുതൽ കായ്ച്ചു തുടങ്ങി. മാംഗോസ്റ്റിനും നട്ടപ്പോൾ ഇടവളമല്ലാതെ മറ്റു വളപ്രയോഗമൊന്നും നടത്തിയിട്ടില്ല. വർഷത്തിൽ ഒരു വളപ്രയോഗം നല്ലതാണ്. നന ആവശ്യമായി വന്നിട്ടേ. സാധാരണയായി 10 വർഷമാകുന്ന മരങ്ങളാണ് കായ്ച്ചു തുടങ്ങുന്നത്. ഇവിടെ ഒരു ചെടിയിൽ നിന്ന് ഇപ്പോൾ 5 കിലോ വരെ ലഭിക്കുന്നുണ്ട്. 1 കിലോയ്ക്ക് 180 രൂപ വരെ വിലയും ലഭിക്കും. ഇവിടുത്തെ മറ്റൊരു ആകർഷണമാണ് ഇസ്രായേൽ ഇഞ്ചി. 30 സ്ഥലത്ത് കൃഷി ചെയ്തിരിക്കുന്നു. മറ്റു വരുന്നതേ ഉള്ളൂ. സാധാരണ ഇഞ്ചി അരയടി അകലത്തിലാണ് നടുന്നത്. ഇത് 1 അടി അകലത്തിൽ നടണം. ഇഞ്ചിക്ക് 15 ഇരട്ടി വിളവാണ് സാധാരണയായി ലഭിക്കുന്നത്. ഇസ്രായേൽ ഇഞ്ചിക്ക് അത് 100 ഇരട്ടി ലഭിച്ചു എന്നാണ് ബെന്നി പറയുന്നത്. ചാണകപ്പൊടി മാത്രമിട്ടാണ് നടുന്നത്. കാഴ്ചയിൽ ഇസ്രായേൽ ഇഞ്ചിക്ക് വ്യത്യാസമൊന്നുമില്ല. കല്ലൂർക്കാട് കൃഷിഭവന്റെ പരിധിയിൽപ്പെടുന്ന ഒരു യുവ ജൈവ കർഷകനാണ് ശ്രീ ബെന്നി മീമ്പൂർ. അദ്ദേഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിവിധ ഇനം പച്ചക്കറി, അതുപോലെ തന്നെ ഫ്രൂട്ട് പ്ലാന്റ്സും അദ്ദേഹത്തിൻ്റെ വലിയ പുരയിടത്തിൽ വളരെ നന്നായിട്ട് കൃഷി ചെയ്തു വരുന്നുണ്ട്. ഫ്രൂട്ട് പ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റംബുട്ടാൻ, മാംഗോസ്റ്റീൻ, അതുപോലെ തന്നെ ഫിലോസാൻ തുടങ്ങിയവ അദ്ദേഹം കൃഷി ചെയ്യുകയും അതോടൊപ്പം അതിൻ്റെ തൈകൾ ഉൽപ്പാദിപ്പിച്ച് നൽകുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് അതുപോലെ തന്നെ നല്ല ഇനം ഇഞ്ചി ഇനങ്ങളും അദ്ദേഹം വാഴയും അതുപോലെ തന്നെ തീറ്റപ്പൂൽ കൃഷിയും വളരെ നല്ല കൃഷി ചെയ്തു വരുന്നുണ്ട്. തീറ്റപ്പുൽ കൃഷിയുടെ ഇസ്രായേലിയൻ ഇനം, അതായത് ബാക്കി ഒരു സ്ഥലത്തും കാണാത്ത ഒരു പുല്ല് കൂടി അദ്ദേഹം കൃഷി ചെയ്യുന്നുണ്ട്. ഇസ്രായേൽ നിന്ന് കൊണ്ടുവന്ന പുല്ലാണത്. അത് വളരെ നന്നായിട്ട് അദ്ദേഹം അതിനെ പരിപാലിച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ തൈകൾ അദ്ദേഹം മറ്റുള്ള ആളുകൾക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. വലിയ കർഷകർ, അതായത് വ്യവസായികൾ വന്ന് അത് വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. റംബുട്ടാൻ, മഞ്ഞയും ചുവപ്പും റംബുട്ടാൻ അദ്ദേഹം കൃഷി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മാംഗോസ്റ്റിൻ്റെ തൈകളും അദ്ദേഹം ഉൽപ്പാദിപ്പിച്ചു. കൂടാതെ റബ്ബർ, കുരുമുളക്, കൊക്കോ തുടങ്ങിയ കൃഷികളും അദ്ദേഹം ചെയ്യുന്നുണ്ട്. എല്ലാം ജൈവ രീതിയിലാണ് ചെയ്തു വരുന്നത്. കൃഷിഭവന്റെ ഇതിൽ നിന്ന് അദ്ദേഹത്തിന് ഡ്രിപ്പ് ഇറിഗേഷനും അതുപോലെ തന്നെ നെൽകൃഷി മുതലായവയ്ക്കും സബ്സിഡികൾ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്.
ഇസ്രായേലി പുല്ല് ഇവിടെ ധാരാളമായി കൃഷി ചെയ്തിരിക്കുന്നു. CO3 പോലെ ഈ പുല്ല് ലയിക്കുകയില്ല. വീതി കൂടിയ ഇലയുമാണ്. ധാരാളം ആൾക്കാർ ഇത് വാങ്ങിക്കൊണ്ടു പോകുന്നുണ്ട്. തൈയും വിൽപ്പനയുണ്ട്. ഏതൻസ് നഴ്സറി എന്നൊരു നഴ്സറി തന്നെ ബെന്നി നടത്തുന്നുണ്ട്. ഇവിടെയുള്ള എല്ലാ ഇനത്തിന്റെയും തൈകൾ മുളപ്പിച്ച് ബഡ് ചെയ്താണ് വിപണനം. ജാതി, കൊക്കോ, റംബുട്ടാൻ തുടങ്ങി ഇഞ്ചി, പുല്ല് ഇവയെല്ലാം ഗ്രോ ബാഗുകളിലാക്കി വിപണനം നടത്തും. ബെന്നിയുടെ പുരയിടത്തിൽ കൃഷി ചെയ്യാത്തതൊന്നും അദ്ദേഹം പുറത്തേക്ക് കൊടുക്കാറില്ല എന്നതും ഇവിടുത്തെ പ്രത്യേകതയാണ്. ഏതൻസ് നഴ്സറി ഇവിടെ വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു നഴ്സറിയാണ്. ഇവിടെ റംബുട്ടാൻ, മാങ്കോസ്റ്റ്, വിവിധതരം ജാതി തൈകൾ, അങ്ങനെ പല വിധത്തിലുള്ള തൈകൾ ഇവിടെ വിറ്റുപോകുന്നു. ഇപ്പോൾ മെയ് ജൂൺ മാസങ്ങളിലാണ് ഇതിൻ്റെ സെയിൽസ് കൂടുതലായിട്ട് വരുന്നത്. റംബുട്ടാൻ്റെ തൈ പുള്ളി ഇവിടെ ഉൽപ്പാദിപ്പിച്ച് ബെന്നിച്ചേട്ടൻ ബഡ് ചെയ്ത് ഇവിടെ വെച്ച് കായ്ച്ചതിന് ശേഷം മാത്രമേ ഇത് പുറത്ത് കൊടുത്തിട്ടുള്ളൂ. ഞങ്ങളൊക്കെ അതിൻ്റെ അനുഭവക്കാരാണ്. ഞാനൊക്കെ കൊണ്ടുപോയി ഇപ്പം എൻ്റെ ഈ 3-ാം വർഷം കായ്ക്കും ഇവിടുത്തെ റംബുട്ടാൻ തൈ. ഞാൻ ഏറ്റവും കൂടുതൽ സെയിൽസ് ചെയ്തേക്കുന്നത് റംബുട്ടാൻ തൈകളാണ്. പിന്നെ നല്ല രീതിയിലുള്ള ജാതി തൈകൾ കൃഷി ചെയ്യുന്നു. ബെന്നിയുടെ കൃഷിയിടത്തിൽ അതിരുകൾ തോറും കൊക്കോ കൃഷി ചെയ്തിട്ടുണ്ട്. 150ഓളം ചെടികളാണ് ഇപ്പോൾ നിലവിലുള്ളത്. കൊക്കോ നട്ട സമയത്ത് ചെറിയ വളമിട്ടതല്ലാതെ പിന്നീട് ഒരു വളവും വെള്ളവുമൊന്നും ഈ 5 വർഷമായി നൽകിയിട്ടില്ല. സാമാന്യം നല്ല വിളവ് ലഭിക്കുന്നുമുണ്ട്. കുരുവെടുത്ത് ഉണക്കിയാണ് വിൽപ്പന. പച്ചയ്ക്ക് 50 രൂപയിൽ കൂടുതലും ഉണക്കക്കുരുവിന് 180 രൂപ വരെയും ലഭിക്കുന്നു. പച്ചക്കറികളും വാഴയും ഇതിന് ഇടവിളയായി കൃഷി ചെയ്തിരിക്കുന്നു. റോബസ്റ്റ ഇനത്തിൽപ്പെട്ട വാഴകളാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. 50 കിലോയിൽ കുറഞ്ഞ കുലകളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. വാഴക്കുലകളെല്ലാം അടുത്തുള്ള മാർക്കറ്റിൽ വിറ്റഴിക്കാൻ സാധിക്കും. ഒരു പ്രത്യേകതരം ചെറുനാരകം ഇവിടെ കാണാൻ സാധിച്ചു. ഇലയ്ക്കും നാരങ്ങയ്ക്കും പച്ച നിറത്തിനു പകരം വെള്ള വരയോടുകൂടിയുള്ളത്. സാധാരണ നാരങ്ങയുടെ രുചിയാണെന്നാണ് ബെന്നി പറയുന്നത്. വീടിന്റെ മുൻവശത്ത് അലങ്കാര ചെടിയായി വളർത്താനും ആദായം ലഭിക്കാനും ഇത് സഹായിക്കും. മണ്ണിര കമ്പോസ്റ്റും അദ്ദേഹം സ്വന്തമായി നിർമ്മിക്കുന്നുണ്ട്. അതിനായി 2 പശുക്കളെയും വളർത്തുന്നു. ഈ പഞ്ചായത്തിൻ്റെ 4-ാം വാർഡിൽ മീമ്പൂര് ബെന്നി സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന യുവ കർഷകൻ വർഷങ്ങളായിട്ട് പാരമ്പര്യമായിട്ട് ഏറ്റവും നല്ല കുടുംബത്തിൽ ജനിച്ചു വളരുകയും മാതാപിതാക്കന്മാരുടെ കൃഷി ചെയ്യുന്ന രീതികൾ കണ്ടു മനസ്സിലാക്കുകയും അതോടൊപ്പം യുവാവ് മേജറായപ്പോൾ മറ്റ് സ്ഥലങ്ങളിൽ പോയി മറ്റു പുതിയ പുതിയ ഇടങ്ങൾ സന്ദർശിക്കുകയും അതിനെപ്പറ്റി പഠിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ കല്ലറക്കാട് ഗ്രാമപഞ്ചായത്തിൽ ബെന്നി സെബാസ്റ്റ്യൻ ഫ്രൂട്ട്സ് ഐറ്റങ്ങൾ വിവിധ ഇനം കൃഷി ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. അത് നിലമായിരുന്ന സ്ഥലത്താണ് അത് കാനകരി നിരത്തി അത് ഐറ്റം കൃഷി ചെയ്ത് അത് വളരെ റബ്ബറിനേക്കാളും തെങ്ങിനേക്കാളും മെച്ചമെന്ന് തോന്നിയതിൻ്റെ പേരിൽ വീണ്ടും 100-105 മരങ്ങൾ മുറിച്ചു മാറ്റി, അതായത് 3 വർഷം പ്രായമുള്ള മരങ്ങൾ മുറിച്ചു മാറ്റിക്കൊണ്ട് അവിടെ വീണ്ടും അദ്ദേഹം ഫ്രൂട്ട്സ് ഐറ്റം കൃഷികൾ ചെയ്യുകയും ഈ ബെന്നി സെബാസ്റ്റ്യൻ ഒരു യുവ കർഷകൻ അവന് പല രീതിയിലുള്ള അവാർഡുകളും ഇതിനോടകം കിട്ടിയിട്ടുണ്ട്.
ചിങ്ങം 1 കർഷകനെ ആദരിക്കുമ്പോൾ ഏറ്റവും മികച്ച യുവ കർഷകൻ എന്നുള്ള രീതിയിൽ ആദരിക്കേണ്ട ആളാണ്. തരത്തിലുള്ള ഒരു കൃഷിക്കാരൻ നമ്മുടെ പഞ്ചായത്തിലുണ്ടാകുന്നത് ഏറ്റവും വലിയ അഭിമാനകരമായ കാര്യമാണ്. ജാതിയും കുരുമുളകും കൃഷിയുണ്ടെങ്കിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ജാതിയിലാണ്. 125 ചുവട് ജാതി ഇപ്പോൾ ഇവിടെ കായ്ച്ചു. 6 വർഷം മുൻപ് നട്ടത്. മറ്റുള്ള വിളകളെ അപേക്ഷിച്ച് ജാതിക്ക് കൂടുതൽ പരിചരണം ആവശ്യമാണ്. ചാണകം, കോഴിവളം ഇവയിട്ട് നടുന്നതാണ്. ജാതിക്ക് എല്ലാ വർഷവും നല്ലതുപോലെ ഒരു വളപ്രയോഗം ആവശ്യമാണ്. കായ്ച്ചു തുടങ്ങുന്ന അവസരത്തിൽ കുറച്ച് പൊട്ടാഷ് കൂടി ഇവിടെ ഇട്ടുകൊടുത്തു. സാധാരണയായി 7 വർഷം മുതലേ നല്ല കൈഫലം ലഭിക്കാറുണ്ട്. വേനൽക്കാലത്ത് ആഴ്ചയിൽ 2 നന അത്യാവശ്യവുമാണ്. ഇതിനായി ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനവും ഡ്രിപ്പ് ഇറിഗേഷൻ വിത്ത് ഫെർട്ടിഗേഷൻ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. ഓരോ ചുവട് ജാതിക്കും നല്ല പരിചരണമുണ്ടെങ്കിൽ 50 വർഷത്തിനുമേൽ ആദായം ലഭിച്ചുകൊണ്ടിരിക്കും. ബെന്നി എന്ന യുവകർഷകന്റെ കൃഷിയിടത്തിൽ എന്തെല്ലാമുണ്ട് എന്ന ചോദ്യത്തിന് പകരം ഇല്ലാത്തത് വല്ലതുമുണ്ടോ എന്ന് ചോദിക്കുന്നതൊക്കെ ചെയ്യും. എല്ലാ അർത്ഥത്തിലും ഈ കർഷകൻ ഒരു തികഞ്ഞ സമ്മിശ്ര കർഷകനാണ് എന്നതിൽ ഒരു സംശയവുമില്ല. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രത്യേക നെല്ലിനങ്ങളുടെ കൃഷി വ്യാപനത്തെ പ്രോത്സാഹിപ്പിക്കും. മിൽമ കന്നുകാലി ഇൻഷുറൻസ് നടപ്പാക്കുന്നു. റബ്ബർ ബോർഡ് കോൾ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. പൊക്കാളി, ഞവര, ജീരകശാല, ബസ്മതി, ഗന്ധകശാല തുടങ്ങിയ പ്രത്യേക നെല്ലിനങ്ങളുടെ കൃഷിക്ക് 2.5 ഏക്കറിന് 10,000 രൂപ നിരക്കിൽ കൃഷി വകുപ്പ് ധനസഹായം നൽകും. 1125 ഹെക്ടറിൽ പൊക്കാളി, 35 ഹെക്ടറിൽ ഞവര, 5 ഹെക്ടറിൽ ബസ്മതി, 335 ഹെക്ടറിൽ ജീരകശാല, ഗന്ധകശാല എന്നിവയുടെ വ്യാപനം ലക്ഷ്യമിടുന്നു. ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിൽ പൊക്കാളിയും, തൃശൂർ, പാലക്കാട്, കണ്ണൂർ ജില്ലകളിൽ ഞവരയും, വയനാട് ജില്ലയിൽ ബസ്മതി, ഗന്ധകശാല, ജീരകശാല എന്നിവയുടെ കൃഷിയും പ്രോത്സാഹിപ്പിക്കും. തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്ത് എത്തുന്ന കർഷകർക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ പ്രതിദിനം 50 രൂപ പ്രകാരം സൌകര്യപ്രദമായി താമസിക്കുന്നതിന് തയ്യാറാക്കിയതാണ് കർഷക ഭവനം. ഇതിന് കർഷകർ ID കാർഡ്, കൃഷി ഓഫീസറുടെ ശുപാർശ എന്നിവ നൽകണം. കൂടാതെ കാർഷിക പരിശീലനത്തിന് എത്തുന്ന ഓഫീസർമാർക്കും താമസത്തിന് കർഷക ഭവനം ഉപയോഗിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0412740440.
മിൽമ മലബാർ മേഖല യൂണിയനും എറണാകുളം മേഖല യൂണിയനും ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയുമായി സഹകരിച്ച് കന്നുകാലി ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നു. അസുഖം, അപകടം എന്നിവ മൂലം കന്നുകാലികൾക്ക് സംഭവിച്ചേക്കാവുന്ന നഷ്ടത്തിന് മാത്രമല്ല, പ്രകൃതി ദുരന്തങ്ങൾ, സ്ഥിരവും പൂർണ്ണവുമായ വൈകല്യങ്ങൾ എന്നിവയ്ക്കും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വൈകല്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ 75% വരെ തുക ലഭിക്കും. 2 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കന്നുകാലികളെ ഇൻഷുർ ചെയ്യാം. കന്നുകുട്ടികളെ 4 മാസം മുതൽ ഇൻഷുർ ചെയ്യാം. മൃഗഡോക്ടറാണ് കന്നുകാലികളുടെ വില കണക്കാക്കുന്നത്. പ്രായം, ആരോഗ്യം, ലഭിക്കുന്ന പാൽ, ഇനം എന്നിവയെ അടിസ്ഥാനപ്പെടുത്തിയാണ് വില നിശ്ചയിക്കുന്നത്. 1 വർഷം മുതൽ 3 വർഷം വരെ ഇൻഷുർ ചെയ്യാം. ആലപ്പുഴ ICAR കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ജൂൺ 20-ന് കർഷക സംഗമവും കാർഷിക സാങ്കേതിക വിദ്യാ പ്രദർശനവും സംഘടിപ്പിക്കുന്നു. കർഷക സംഗമത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി ഫസൽ ഭീമ യോജന എന്ന പുതിയ വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള ബോധവൽക്കരണ പരിപാടിയും നടത്തും. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പ്രധാനമന്ത്രി ഫസൽ ഭീമ യോജന നിലവിലുള്ള കാർഷിക ഇൻഷുറൻസ് പദ്ധതികൾക്ക് പകരമാണുള്ളത്. കർഷക സംഗമത്തോടനുബന്ധിച്ചുള്ള കാർഷിക സെമിനാറിൽ തെങ്ങിന്റെ കീടരോഗ നിയന്ത്രണം, ക്ഷീരമേഖലയിൽ നൂതന സാങ്കേതിക വിദ്യകൾ, ക്ഷീരവകുപ്പിന്റെ വിവിധ പദ്ധതികൾ എന്നീ വിഷയങ്ങൾ അവതരിപ്പിക്കും. റബ്ബർ കർഷകർക്ക് കൃഷി സംബന്ധമായ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനും റബ്ബർ ബോർഡിന്റെ വിവിധ പദ്ധതികളെയും സേവനങ്ങളെയും കുറിച്ച് അറിയുന്നതിനും വേണ്ടി ബോർഡിന്റെ കോട്ടയത്തെ കേന്ദ്ര ഓഫീസിൽ കോൾ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും രാവിലെ 9:30 മുതൽ വൈകുന്നേരം 5:30 വരെ കോൾ സെന്റർ സേവനം ലഭ്യമാണ്. സേവനത്തിനായി വിളിക്കാവുന്ന ഫോൺ നമ്പർ 048125766622. കമ്പോളം നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി കിൻഡലിന് 8000 രൂപ, കോഴിക്കോട് 8700, തൃശൂർ 7950. കൊപ്ര കൊച്ചി 5470, കോഴിക്കോട് 5400, തൃശൂർ 5480. കുരുമുളക് അൺഗാർബിൾഡ് 68600, ഗാർബിൾഡ് 71600. ചുക്ക് മീഡിയം 16500, ബെസ്റ്റ് 18000. മഞ്ഞൾ സേലം 10400, ഈറോഡിൽ 10700. കൊച്ചി റബ്ബർ RSS 5 ഗ്രേഡ് 12700, റബ്ബർ RSS 4 ഗ്രേഡ് 13000. കോട്ടയം റബ്ബർ RSS 5 ഗ്രേഡ് 12700, റബ്ബർ RSS 4 ഗ്രേഡ് 13000 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ ക്വിന്റലിന് 8000 രൂപ, കൊപ്ര 5470, പിണ്ണാക്ക് എക്സ്പെല്ല 2000, റോട്ടറി 2300. കുരുമുളക് അൺഗാർബിൾഡ് 68600, ഗാർബിൾഡ് 71600, ചുക്ക് മീഡിയം 16500, ബെസ്റ്റ് 18000. മഞ്ഞൾ നാടൻ 11500. അടയ്ക്ക പുതിയത് 18000 രൂപ മുതൽ 19000 രൂപ വരെ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 160 മുതൽ 180 വരെ. ജാതിക്ക തൊണ്ടില്ലാത്തത് 350 മുതൽ 370 വരെ. ജാതിപത്രി 500 മുതൽ 1000 വരെ. ഗ്രാമ്പു 760 രൂപ. റബ്ബർ RSS 5 ഗ്രേഡ് ക്വിന്റലിന് 12700 രൂപ, റബ്ബർ RSS 4 ഗ്രേഡ് 13000. ഒട്ടുപാൽ 8400, ലാറ്റക്സ് 9700 രൂപ. കമ്പോള അവലോകനം. റബ്ബറിന്റെ വ്യാവസായിക ആവശ്യം ചുരുങ്ങിയത് വിപണിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നു. കാലാവസ്ഥ ടാപ്പിംഗിന് അനുകൂലമെങ്കിലും ഷീറ്റിന്റെ വില ഇടിവ് മൂലം വലിയൊരു വിഭാഗം കർഷകർ തോട്ടങ്ങളിൽ നിന്ന് വിട്ടുനിന്നു. നിരക്ക് മെച്ചപ്പെടുമെന്ന വിശ്വാസത്തിൽ സ്റ്റോക്കിസ്റ്റുകൾ വിൽപ്പനയ്ക്ക് ഇന്ന് താൽപര്യം കാണിച്ചില്ല. 4 ഗ്രേഡ് കിലോ 130 രൂപയിലാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കുരുമുളകിന് കൂടുതൽ ആവശ്യക്കാർ എത്തിയത് നിരക്ക് ഉയർത്തി. കാർഷിക മേഖലയിൽ നിന്നുള്ള ചരക്ക് നീക്കം നാമമാത്രമാണ്. 200 രൂപ ഉയർന്ന് 71,600-ലാണ് ഇന്ന് ഗാർബിൾഡ് കുരുമുളകിന്റെ വ്യാപാരം ആരംഭിച്ചത്. ഏലയ്ക്ക സ്വന്തമാക്കാൻ അന്തർ സംസ്ഥാന ഇടപാടുകാരും വിദേശ വ്യാപാരങ്ങളിൽ ഏർപ്പെട്ടവരും ഉത്സാഹിച്ചു. കുമളിയിൽ രാവിലെ നടന്ന ലേലത്തിന് എത്തിയ 59,545 കിലോ ഏലയ്ക്ക പൂർണ്ണമായി ലേലം കൊണ്ടു. മികച്ച ഇനങ്ങൾ കിലോഗ്രാമിന് 1091 രൂപയിൽ കൈമാറി. നാളികേര ഉൽപ്പന്നങ്ങളുടെ വിലയിൽ മാറ്റമില്ല. കൊച്ചി, കോഴിക്കോട്, തൃശൂർ വിപണികളിൽ വെളിച്ചെണ്ണ സ്റ്റഡി നിലവാരത്തിലാണ്. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 34.1 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.1 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 35, 25.5. കൊച്ചി 33, 25.2. ആലപ്പുഴ 35.2, 23. പുനലൂർ 33.5, 23.5. തിരുവനന്തപുരം കൂടിയ താപനില 31.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.9 ഡിഗ്രി സെൽഷ്യസ്. ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.